അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കോംപ്ലിമെന്റിനെ കുറിച്ചും ഓബ്ജക്റ്റിനെ കുറിച്ചുമാണ്. എന്താണ് കോംപ്ലിമെന്റ്? വാട്ട് യു മീൻ ബൈ കോംപ്ലിമെന്റ്? കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പരിപൂരകം എന്നാണ് അർത്ഥം. എന്താണ് പരിപൂരകം? സെന്റൻസിന്റെ അർത്ഥം പൂർണ്ണമാക്കാൻ വേണ്ടി ക്രിയയ്ക്ക് ശേഷം ചേർക്കുന്ന വാക്കിനെയോ വാക്കുകളെയോ ആണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയാറുള്ളത്. നമുക്കറിയാം, ചില സെന്റൻസ് ക്രിയയോടുകൂടി അർത്ഥം പൂർണ്ണമാവും. എന്നാൽ ചില സെന്റൻസിൽ ക്രിയയോടുകൂടി അർത്ഥം പൂർണ്ണമാവാറില്ല. അങ്ങനെ ക്രിയയോടുകൂടി അർത്ഥം പൂർണ്ണമാവാത്ത സാഹചര്യത്തിൽ ആ സെന്റൻസിന്റെ അർത്ഥം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ക്രിയയ്ക്ക് ശേഷം ചേർക്കുന്ന വാക്കിനെയോ വാക്കുകളെയോ ആണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയാറുള്ളത്. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആവാം, ആഡ്വർബ് ആവാം, അതേപോലെ തന്നെ നൗൺ എല്ലാം ആവാം. നൗൺ എന്ന് പറയുമ്പോൾ എല്ലാ നൗണുകളും കോംപ്ലിമെന്റ് ആവില്ല. അതായത് ഓബ്ജക്റ്റ് ആയിട്ട് വരാത്ത നൗണുകളെയാണ് നമ്മൾ പലപ്പോഴും കോംപ്ലിമെന്റ് എന്ന് പറയാറുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പം സെന്റൻസിന്റെ അർത്ഥപൂർണതയ്ക്ക് വേണ്ടി ക്രിയയ്ക്ക് ശേഷം ചേർക്കുന്ന വാക്കിനെയോ വാക്കുകളെയോ ആണ് നമ്മൾ എന്ത് പറയാറുള്ളത്? കോംപ്ലിമെന്റ് എന്ന് പറയാറുള്ളത്. കോംപ്ലിമെന്റ് മേ ബി an adjective or adverb or a noun. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആവാം, ആഡ്വർബ് ആവാം, അതേപോലെ തന്നെ നൗൺ ആവാം. നൗൺ കോംപ്ലിമെന്റ് എന്ന് പറയും. അതായത് ഓബ്ജക്റ്റ് അല്ലാതെ വരുന്ന നൗണുകളെയാണ് നമ്മൾ കോംപ്ലിമെന്റ് വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. He is tired. He is tired. ഇവിടെ ക്രിയ ഈസ് ആണ്. ഹി ഈസ് എന്ന് പറയുമ്പം അവിടെ അർത്ഥം പൂർണ്ണതയിൽ എത്തുന്നില്ല. ക്രിയയോടുകൂടി അർത്ഥം പൂർണ്ണതയിൽ എത്തുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം പൂർണ്ണതയിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയയ്ക്ക് ശേഷം ടയേർഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ടയേർഡ് എന്ന് പറയുന്നത് ഈ സെന്റൻസിലെ കോംപ്ലിമെന്റ് ആണ്. ഇത് അഡ്ജക്റ്റീവ് ആണ്. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു, ആഡ്വർബ് ആയിട്ട് വരും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓബ്ജക്റ്റ് അല്ലാത്ത നൗണുകളെല്ലാം കോംപ്ലിമെന്റ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ കോംപ്ലിമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് അഡ്ജക്റ്റീവ് ഫോം ആണ്. ഓക്കെ. അതേ സ്ഥാനത്ത് ഹി പ്ലേഡ് എന്ന് പറയുമ്പോൾ പ്ലേഡ് ക്രിയയാണ്. ഈ ക്രിയയോടുകൂടി അതിന്റെ അർത്ഥം പൂർണ്ണമായി അവിടെ കോംപ്ലിമെന്റ് ഇല്ല. കാരണം ഹി പ്ലേഡ് എന്ന് പറഞ്ഞാൽ അവൻ കളിച്ചു. അവിടെ അർത്ഥപൂർണതയുണ്ട്. എന്നാൽ ഹി ഈസ് എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥപൂർണതയില്ല. ഹി ഈസ് എന്ന് പറഞ്ഞാൽ അവനാണ് എന്നാണ്. അപ്പൊ അവിടെ എന്തോ ഒരു പൂർണ്ണതയ്ക്ക് കുറവുണ്ട്. അപ്പൊ ആ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടയേർഡ്. അങ്ങനെ ആ ടയേർഡ് എന്ന് പറയുന്ന വാക്ക് കോംപ്ലിമെന്റ് ആണ്. ഓക്കെ. ഇനി എന്താണ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാല്? ക്രിയയോടുകൂടി വാട്ട് അല്ലെങ്കിൽ ഹും, എന്ത് അല്ലെങ്കിൽ ആരെ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന ഭാഗമാണ് ഓബ്ജക്റ്റ്. അതായത് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെന്റൻസിലെ ക്രിയയുടെ കൂടെ വാട്ട് എന്നോ ഹും എന്നോ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഓബ്ജക്റ്റ്. ഹി പ്ലേഡ് ക്രിക്കറ്റ്. ഹി പ്ലേഡ് ക്രിക്കറ്റ്. ക്രിയ പ്ലേഡ്. ഹി പ്ലേഡ് വാട്ട്? ക്രിക്കറ്റ്. അപ്പം ക്രിക്കറ്റ് എന്ന് പറയുന്ന നൗണ് കിട്ടി. അത് കോംപ്ലിമെന്റ് അല്ല, അത് ഓബ്ജക്റ്റ് ആണ്. ഓക്കെ. അതേപോലെ ഹി കോൾഡ് മീ, അയാൾ എന്നെ വിളിച്ചു. ഹി കോൾഡ്, അയാൾ വിളിച്ചു. ഹും, ആരെ? മീ, എന്നെ. ഇത് ഓബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ സെന്റൻസിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ചില സെന്റൻസുകളുടെ പാറ്റേൺ സബ്ജക്റ്റ് വേർബ് എന്ന് മാത്രമായിരിക്കും. അതായത് വേർബില് ക്രിയ അവസാനിക്കും, അർത്ഥപൂർണതയിൽ എത്തും അത്. എന്നാൽ ചില സെന്റൻസിന്റെ പാറ്റേൺ സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് എന്നായിരിക്കും. അതായത് ഓബ്ജക്റ്റ് കൂടി ഉണ്ടാവും. ചില സെന്റൻസുകളുടെ പാറ്റേൺ SVC എന്നാണ്.
അതായത് സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെന്റ് എന്നാണ് ഉണ്ടാവുക. ചില സെന്റൻസുകളുടെ പാറ്റേൺ സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് കോംപ്ലിമെന്റ്, ഇങ്ങനെയൊക്കെ സെന്റൻസുകളുടെ പാറ്റേൺ ഉണ്ടാവും ഇംഗ്ലീഷിൽ. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ പലപ്പോഴും ഒരു സെന്റൻസ് തന്നിട്ട് കോംപ്ലിമെന്റ് ആണോ ഓബ്ജക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചില ആളുകളുടെ ധാരണ ക്രിയയ്ക്ക് ശേഷം വരുന്നതെല്ലാം ഓബ്ജക്റ്റ് ആണ് എന്നുള്ള ധാരണയുണ്ട്. അത് അല്ല. എല്ലാ സെന്റൻസിലും ക്രിയയ്ക്ക് ശേഷം ഓബ്ജക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ക്രിയയോടുകൂടി വാട്ടെന്നോ ഹും എന്നോ ചോദിച്ചാൽ ആൻസർ കിട്ടുന്ന ഭാഗം ഓബ്ജക്റ്റും, അങ്ങനെ ഓബ്ജക്റ്റ് അല്ലാതെ വരുന്ന നൗണുകളോ അഡ്ജക്റ്റീവോ ആഡ്വർബോ കോംപ്ലിമെന്റോ ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കണം. ഇനി വേറൊരു കോംപ്ലിമെന്റ് എന്ന് പറയുന്ന പദമുണ്ട് ഇംഗ്ലീഷില്, COMPLIMENT കോംപ്ലിമെന്റ്. അത് വേറെയാണ്. അത് വിഷ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ആശംസ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ കോംപ്ലിമെന്റ്. നമ്മുടെ ഗ്രാമറിൽ വരുന്ന കോംപ്ലിമെന്റ് COMPLEMENT എന്നാണ്. പരിപൂരം എന്നാണ്. അർത്ഥപൂർണതയ്ക്ക് വേണ്ടിയിട്ട് ക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന വാക്കിനെയോ വാക്കുകളെയോ ഒക്കെയാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയുക. അത് അഡ്ജക്റ്റീവ് ആവാം, ആഡ്വർബ് ആവാം, നൗൺ ആവാം, അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകളൊക്കെ ആവാം. ഓർത്ത് വെക്കണം. ഇനി ഓർത്ത് വെക്കേണ്ടത് ഓബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഓബ്ജക്റ്റ് ക്രിയയുടെ കൂടെ വാട്ടോ ഹുമ്മോ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നതാണ് ഓബ്ജക്റ്റ്. ഓക്കെ. He visited the Taj Mahal. He visited the Taj Mahal. ക്രിയ വിസിറ്റഡ് ആണോ? He visited, അയാൾ സന്ദർശിച്ചു. What? എന്ത് സന്ദർശിച്ചു? The Taj Mahal. ഇപ്പം വാട്ട് എന്ന് ചോദിച്ചപ്പം ആൻസർ ഉണ്ട്. അതുകൊണ്ട് ദ താജ്മഹൽ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആണ്. She is intelligent. She is intelligent. ഇവിടെ ക്രിയ ഈസ് ആണ്. She is, അവളാണ്. പൂർണ്ണതയില്ല, അർത്ഥം പൂർണ്ണതയിലെത്തുന്നില്ല. അപ്പം നമ്മൾ അതിന്റെ കൂടെ അർത്ഥപൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഇന്റലിജന്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ആ ഇന്റലിജന്റ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. ഓക്കെ. അപ്പം ഒബ്ജക്റ്റും കോംപ്ലിമെന്റും എന്താണെന്ന് ഓർത്തല്ലോ. ഓക്കെ. ഇനി ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്. ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും. അതിന് മുമ്പേ മറ്റൊരു കാര്യം പറയാനുള്ളത്, കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഏതെല്ലാം ക്രിയകൾക്കാണ് വരിക? ബി പ്രധാന ക്രിയയായിട്ട് വരിക. ബി എന്ന് പറയുമ്പോൾ ആം, ഈസ്, ആർ, വാസ്, വർ, ഇത് പ്രധാന ക്രിയയായിട്ട്, ബീനൊക്കെ ബിയുടെ ഫോമുകളാണ്. അപ്പം ബി പ്രധാന ക്രിയയായിട്ട് വരുന്ന സെന്റൻസുകളിലൊക്കെ കോംപ്ലിമെന്റ് ആണ് ഉണ്ടാവുക എന്ന് ഓർത്ത് വെക്കുക. കണ്ടോ? ഷീ ഈസ് ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ ഈസ് പ്രധാന ക്രിയയാണ്, ബിയുടെ ഫോം ആണ്. അപ്പൊ അവിടെ ഇന്റലിജന്റ്. നേരത്തെ നമ്മൾ ഹീസ് ടയേർഡ് എന്ന് പറഞ്ഞു, ഈസ് പ്രധാന ക്രിയയാണ്, അതിനുശേഷം ടയേർഡ് വന്നു, കോംപ്ലിമെന്റ് ആണ്. അപ്പം ബി പ്രധാന ക്രിയയായിട്ട് വരുന്ന സെന്റൻസുകളിലെല്ലാം കോംപ്ലിമെന്റ് ആണ് ഉണ്ടാവുക. ഓക്കെ. അരുൺ ഈസ് എ ടീച്ചർ. അരുൺ ഈസ് എ ടീച്ചർ. ഈസ് പ്രധാന ക്രിയയാണ്, ശേഷം ടീച്ചർ എന്ന് പറയുന്ന നൗൺ വന്നു, ഇത് കോംപ്ലിമെന്റ് ആണ്. അപ്പം ബി പ്രധാന ക്രിയയായിട്ട് വരുന്ന സെന്റൻസുകളിലെല്ലാം കോംപ്ലിമെന്റ് ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ലുക്ക്, സീം, അപ്പിയർ, അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ക്രിയകളിലെല്ലാം ഈ ക്രിയകൾക്കൊക്കെ ബിക്കം, ഈ ക്രിയകൾക്കൊക്കെ പൊതുവെ കോംപ്ലിമെന്റ് ആണ് ഉണ്ടാവുക. അപ്പം ബി പ്രധാന ക്രിയയായിട്ട് വരിക, ലുക്ക്, സീം, അപ്പിയർ, ബിക്കം തുടങ്ങിയിട്ടുള്ള ക്രിയകളിലൊക്കെ പലപ്പോഴും കോംപ്ലിമെന്റ് ആണ് ഉണ്ടാവാറുള്ളത് എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ. അപ്പൊ നമ്മള് ജെറണ്ട് പഠിച്ചു, പാർട്ടിസിപ്പിൾ പഠിച്ചു, കോംപ്ലിമെന്റ് പഠിച്ചു, ഓബ്ജക്റ്റ് പഠിച്ചു. എന്തായിരുന്നു ജെറണ്ട് എന്ന് പറഞ്ഞാല്? നാമത്തിന്റെ ജോലി ചെയ്യുന്ന ING ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുക. എല്ലാ ING ഫോമും ജെറണ്ട് അല്ല. നാമത്തിന്റെ ജോലി ചെയ്യുന്ന ING ഫോം. നാമം എന്തിന്റെ ജോലിയാ ചെയ്യുക? അല്ലെങ്കിൽ നാമത്തെ നമുക്ക് എവിടെയാ കാണാൻ സാധിക്കുക?
നാമത്തെ നമ്മൾ പലപ്പോഴും സെന്റൻസിൽ ക്രിയയുടെ മുൻപിലായിട്ടും ക്രിയയ്ക്ക് ശേഷമായിട്ടാണ് കാണാൻ സാധിക്കുക. ക്രിയയുടെ മുമ്പിൽ വരുന്ന നാമത്തെ നമ്മൾ സബ്ജക്ട് എന്ന് പറയും. ക്രിയയ്ക്ക് ശേഷം വരുന്ന നാമത്തെ നമ്മൾ ഓബ്ജക്ട് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ സബ്ജക്റ്റ് ആയിട്ടും ഓബ്ജക്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന ING ഫോമുകളെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ ക്രിയയുടെ മുൻപിലോ ക്രിയയ്ക്ക് ശേഷമോ വരുന്ന ING ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയും. എന്തായിരുന്നു പാർട്ടിസിപ്പിൾ? പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും കാഴ്ചയിൽ ING ഫോം തന്നെയാണ്. പക്ഷെ ഓർക്കേണ്ടത് അത് നാമത്തിന്റെ ജോലിയല്ല ചെയ്യുന്നത്, ക്രിയയുടെ സ്ഥാനത്തിരിക്കും. ക്രിയയുടെ സ്ഥാനത്തിരിക്കുകയും ക്രിയ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ING ഫോമിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുക. ക്രിയ ആയിരിക്കില്ല. ക്രിയ ആവണമെങ്കിൽ എന്ത് വേണം? ഓക്സിലറി വെർബ് ചേരണം. ഒരു ക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് ആണ്. അപ്പം ഓക്സിലറി വെർബ് ഇല്ലാതെ ക്രിയയുടെ സ്ഥാനത്ത് ഒരു ING ഫോം വന്നാൽ അത് എന്തായിരിക്കും? പാർട്ടിസിപ്പിൾ ആയിരിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു ING ഫോമിന്റെ മുൻപിലോ ശേഷമോ നൗണോ പ്രൊനൗണോ വരികയാണെങ്കിൽ ആ നൗണിന്റെ മുൻപിലോ അല്ലെങ്കിൽ പിമ്പിലോ ഒക്കെ ഉള്ള ആ ING ഫോമിനെ നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയും. അപ്പൊ ജെറണ്ടിനെയും പാർട്ടിസിപ്പിളിനെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് അതിന്റെ മുൻപിലും പിൻപിലും എന്താണുള്ളത് എന്ന് നോക്കിയാൽ മതി. അപ്പം ക്രിയയുടെ മുമ്പിലോ ശേഷമോ ING ഉണ്ടെങ്കിലോ അത് ജെറണ്ടും, ഒരു ING ഫോമിന്റെ മുൻപിലോ ശേഷമോ ഒരു നൗണോ പ്രൊനൗണോ ഉണ്ടെങ്കിൽ അത് പാർട്ടിസിപ്പിളും ആയിരിക്കുമെന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ചത് കോംപ്ലിമെന്റ്. എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് അർത്ഥപൂർണതയ്ക്ക് വേണ്ടിയിട്ട് ക്രിയയ്ക്ക് ശേഷം ചേർക്കുന്ന വാക്കിനെയോ വാക്കുകളെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഈ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. COMPLEMENT എന്നാണ്. വേറൊരു കോംപ്ലിമെന്റ് ഉണ്ട് COMPLIMENT. അതല്ല. നമ്മുടെ ഗ്രാമറിലെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് COMPLEMENT. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സെന്റൻസും ക്രിയയോടുകൂടെ അർത്ഥം പൂർണ്ണമാവുന്നില്ല. അപ്പൊ അങ്ങനെ ക്രിയയോടുകൂടി അർത്ഥം പൂർണ്ണമാവാത്ത സെന്റൻസുകളിൽ ആ സെന്റൻസിന്റെ അർത്ഥപൂർണതയ്ക്ക് വേണ്ടിയിട്ട് ക്രിയയ്ക്ക് ശേഷം നമ്മൾ ചേർക്കുന്ന വാക്കിനെയോ വാക്കുകളെയോ ഒക്കെയാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് വരാറുള്ളത് അഡ്ജക്റ്റീവ് ഫോമുകളും അതുപോലെ തന്നെ ആഡ്വർബ് ഫോമുകളും നൗൺ ഫോമുകളും ഒക്കെയാണ്. എന്നാൽ ഇവിടെ ഓർക്കേണ്ടത് എല്ലാ നൗണുകളും കോംപ്ലിമെന്റ് ആവണമെന്നില്ല. ചില നൗണുകൾ ഓബ്ജക്റ്റ് ആവും. എങ്ങനെയാ ഓബ്ജക്റ്റ് ആവുക എന്ന് മനസ്സിലാക്കുക? ക്രിയയുടെ കൂടെ വാട്ട്, എന്ത്, അല്ലെങ്കിൽ ഹും, ആരെ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന നൗണുകളെല്ലാം ഓബ്ജക്റ്റും അല്ലാത്ത നൗണുകളെല്ലാം എന്തുമായിരിക്കും? കോംപ്ലിമെന്റും ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഏതെല്ലാം ക്രിയകൾക്കാണ് പ്രധാനമായിട്ടും കോംപ്ലിമെന്റ് ഉണ്ടാവുക? ബി പ്രധാന ക്രിയയായിട്ട് വരുന്ന സെന്റൻസുകളിൽ ബിക്ക് ശേഷം കോംപ്ലിമെന്റ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സീം, ലുക്ക്, അപ്പിയർ, ബിക്കം തുടങ്ങിയിട്ടുള്ള ക്രിയകൾക്കും എന്താ ഉണ്ടാവാറുള്ളത്? പലപ്പോഴും കോംപ്ലിമെന്റ് ആണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.